ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ പത്രക്കാരെ കാണാൻ തീരുമാനിച്ചത്, ഞാൻ സ്ഥാനാർത്ഥിയായ ശേഷം ഇതുവരെ പത്രപ്രവർത്തകരായിട്ടൊന്നൊരു നേർക്കുനേരിട്ടുള്ള സംസാരം നടത്താൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പത്രക്കാരോടും ജനങ്ങളോടും പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഇത്രയും 2 മാസത്തോളം നടന്ന ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. ഞാൻ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് അവസാനത്തെ പര്യടന പരിപാടികൾ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതുവരെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെടുള്ള പത്രപ്രവർത്തകരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, 2019 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടൊരു സീറ്റാണ്. ഈ 2019 പരാജയപ്പെട്ട ഈ സീറ്റിൽ അന്ന് എനിക്ക് 92,000 വോട്ടിന് പരാജയപ്പെട്ട സീറ്റാണ്. ഞാൻ 100% ഉറപ്പിച്ചും പറയുന്നു, 2024 ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പത്രപ്രവർത്തകർ പറയാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. 3 തവണയും ഞാൻ ജയിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഈ 4ാമത്തെ ഇലക്ഷനിൽ എനിക്കുള്ള അനുഭവം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതലായി ഇത്രയും വലിയൊരു ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുള്ള വിജയം ഉണ്ടാവും എന്ന് മാത്രമല്ല, ഇവിടെ മതവർഗീയ ശക്തികൾക്കും അതോടൊപ്പം തന്നെ അവസരവാദ രാഷ്ട്രീയത്തിനുണ്ടാകാൻ പോകുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന മണ്ഡലമായിരിക്കും ഈ തൃശ്ശൂർ മണ്ഡലം. കേരളത്തിലെ പത്രമാധ്യമങ്ങൾ മാത്രമല്ല, ലോകത്തിലെ തന്നെ പല ഇന്റർനാഷണൽ മീഡിയകളും ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ള നിലയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. സത്യം തന്നെയാണ്, ത്രികോണ മത്സരം നടക്കുന്നുണ്ടെന്ന് സത്യം. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിനല്ല ഇവിടെ ചില മുന്നണികൾ ശ്രമിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവരാമപുരം കോളനിയിൽ, തൃശ്ശൂർ മണ്ഡലത്തിലെ ശിവരാമപുരം കോളനിയിൽ BJPയുടെ ഒരു സജീവ പ്രവർത്തകൻ എല്ലാ വീടുകളിലും പൈസ കൊണ്ടു കൊടുക്കുകയാണ്. അതായത് ഇവിടെ BJP അടക്കമുള്ള മുന്നണിയിൽ, പ്രത്യേകിച്ച് BJP ആദ്യം അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്തത് VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകും എന്ന് മനസ്സിലാക്കി മറ്റൊരു സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമിച്ചത്. ഞാൻ 4ാമത്തെ തവണ മത്സരിക്കുന്ന ഇന്ന് വരെ എതിർ സ്ഥാനാർത്ഥികളുടെ ഒരു അപരനെ മത്സരിപ്പിക്കുക എന്ന് പറയുന്ന അധാർമികമായ ഒരു കാര്യം ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ അത് ആദ്യം ചെയ്തു. പിന്നെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യാജമായ പ്രചരണങ്ങൾ ഇന്ന് വരെയും വ്യാജമായ പ്രചരണങ്ങൾ നടക്കുകയാണ്. മറ്റൊന്ന്, പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റൊന്ന്, മതപരമായ രീതിയിലും വർഗീയമായ രീതിയിലും ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തുകയാണ്. ഇത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു മഹനീയമായ പാരമ്പര്യത്തിനനുസൃതമായി, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും അപമാനകരമായ രീതി 2 മുന്നണികളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിലൊന്നാണ് ഈ ശിവരാമപുരം കോളനിയിൽ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വോട്ടർമാർ പണം കൊടുത്ത് വാങ്ങി വോട്ട് മാറ്റി ചെയ്യുന്നവരാണെന്ന് ഇവർ ധരിക്കുന്നുണ്ടോ? എത്ര കോടി രൂപ ഇവിടെ ചെലവഴിച്ചാലും അല്ലെങ്കിൽ വോട്ടർമാർ കൊടുത്താലും തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇന്റഗ്രിറ്റിയെ ദയവായി നിങ്ങൾ ചോദ്യം ചെയ്യരുത്. കാരണം ഇപ്പോൾ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമാണ് കോളനികൾ എന്ന് കരുതി അവിടെയെല്ലാം പണം കൊണ്ടുകൊടുത്താൽ അവിടുത്തെ കോളനി വാസികളായിട്ടുള്ള പാവപ്പെട്ട ആളുകളൊക്കെ ഏതെങ്കിലും പാർട്ടി വോട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ കോളനിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകളൊക്കെ തന്നെ മറ്റ് പല സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെക്കാളും അല്ലെങ്കിൽ മറ്റ് ഉയർന്ന ചിന്തിക്കുന്ന ആളുകളെക്കാൾ അല്ലെങ്കിൽ നിലവാരം താമസിക്കുന്ന ആളുകളെക്കാളും
രാഷ്ട്രീയമായി വലിയ അടിത്തറയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ പാവപ്പെട്ട ആൾ താമസിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് പണം കൊടുത്ത് 3-4 ആളുകൾക്ക് പണം കൊടുത്ത ഉടനെ തന്നെ അതിനെതിരായി അവിടെ പ്രതികരണം ഉണ്ടാവാൻ കാരണം ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യം. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ വിവാദം ഉണ്ടായി. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ആ വിവാദം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയായി നിർഭാഗ്യകരമായി ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ അത് വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ അതിന്റെ വസ്തുതകൾ തുറന്നു കാണിച്ചിട്ടും അത് തന്നെ ഒരു ഇലക്ഷൻ വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും അവസാന ഘട്ടം വരെ നടത്തുകയുണ്ടായി. എനിക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനിവിടെ MLA ആയിരുന്നു. 2016 മുതൽ ഇവിടെ MLA ആയിരുന്നു. ഞാൻ 1982 മുതൽ തൃശ്ശൂർ പൂരം അതിൻ്റെ ഒരു കാഴ്ചക്കാരനും 2006 മുതൽ തൃശ്ശൂർ പൂരത്തിന്റെ സംഘാടകരുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഞാൻ MLA ആയിട്ട് ചെറുപ്പ് മണ്ഡലത്തിൽ MLA ആയി വരുന്ന സമയത്ത് ആറാട്ടുപുഴ പൂരത്തിന് സെൻട്രൽ കമ്മിറ്റിയായിട്ടുള്ള ബന്ധം വഴി തൃശ്ശൂർ പൂരത്തിന്റെ പ്രവർത്തനങ്ങളിൽ അന്നുണ്ടായിരുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ ആന എഴുന്നള്ളിപ്പടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം 2011 കയ്പമംഗലം MLA ആയിരിക്കുമ്പോഴും ഇവിടുത്തെ പൂര കമ്മിറ്റിക്കാരെല്ലാം തന്നെ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആയിട്ട് പോലും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അവരെന്നെ ബന്ധപ്പെടുകയും അവർക്ക് വേണ്ട എനിക്ക് കഴിയാവുന്ന സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനപ്രതിയാണ്. അത് കഴിഞ്ഞ് 2016 ഞാൻ ഇവിടുത്തെ തൃശ്ശൂർ MLA ആയി. തൃശ്ശൂർ MLA ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, തൃശ്ശൂർ മണ്ഡലത്തിലെ MLA ആകുമ്പോൾ ഞാൻ അവരുടെ സംഘാടകരിൽ ഒരാളായിട്ട് മാറുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. സംഘാടകരിലായ ഒരാളായിട്ട് മാറിയെന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളും ഞാൻ ഏതെങ്കിലും പക്ഷം പിടിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട 20 ദിവസം ബോർഡുകാരും അവരുടെ സ്വന്തം ആളായിട്ട് എന്നെ കണക്കാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ അവരുടെ അടുത്ത് കാണിച്ചിട്ടുള്ള എന്റെ തുറന്ന സമീപനം തന്നെയാണ്. മന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ എത്രയോ പ്രതിസന്ധി ഇവിടെ ഉണ്ടായി. ഇവിടെ വെടിക്കെട്ട് തടസ്സം ഉണ്ടാവുന്ന സമയം 2017 കുറ്റിങ്ങൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ വെടിക്കെട്ട് അടുത്ത് നടക്കില്ല എന്ന ഘട്ടം വന്നപ്പോൾ തൃശ്ശൂർ മാത്രമേ വെടിക്കെട്ട് നടന്നിട്ടുള്ളൂ. ആ തൃശ്ശൂർ വെടിക്കെട്ട് നടന്ന സമയത്ത് ആ വെടിക്കെട്ട് നടപ്പാക്കാൻ പിന്നെ അതിന്റെ കണ്ടീഷൻ പാലിക്കാൻ വേണ്ടി അന്ന് എൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അന്നിവിടെ ഹൈഡന്റ് സ്ഥാപിച്ച് 72 മണിക്കൂർ കൊണ്ട് ഹൈഡന്റ് സ്ഥാപിച്ച് തൃശ്ശൂർ പൂരത്തിന് സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാക്കിയത് ആ സന്ദർഭത്തിലാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട അത്ര പ്രശ്നങ്ങൾ ഉണ്ടായി ആ സമയത്ത്. അതും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ ശ്രമിച്ചത് ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ചതാണ്. എല്ലാ വിവാദത്തിൽപ്പെട്ട ആളുകളും അതിനകത്ത് പങ്കാളികളായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ അങ്ങനെ പോയിട്ടില്ല. ഇത്തവണത്തെ പൂരണ്ടായപ്പോഴും ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നിരന്തരമായിട്ട് ദേവസ്വം ബോർഡ് എൻ്റെ പ്രസിഡന്റുമാരായിട്ടും അതിന്റെ ഭാരവാഹികളായിട്ടും ബന്ധപ്പെടുകയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ആളാണ്. എന്നാൽ മന്ത്രി എന്ന പോലെ സഖാവ് രാജൻ അതിനകത്ത് നേരിട്ട് ഇടപെടുകയും ചെയ്ത ആളുകളാണ്. ഞങ്ങളാരും ഈ പത്രമാധ്യമങ്ങളെ അകമ്പടി സേവിച്ച് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ തൃശ്ശൂരിന്റെ ഒരു ശീലം എന്ന് പറയുന്നത്, ആർക്കാണോ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക അവർ പരിഹരിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ ഇന്ന ആളുകളാണ് ചെയ്തതെന്ന ക്രെഡിറ്റ് എടുത്ത് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഗമ കാണിക്കാൻ നമ്മളാരും പോകാറില്ല. എന്നാൽ ഇവിടെ ചില കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് അവിടേക്ക് വന്നില്ല എന്ന പ്രചരണം പോലും നടത്താനുള്ള ശ്രമം ഈ ഘട്ടത്തിലുണ്ടായി. പക്ഷേ തൃശ്ശൂരിൽ ഒരു ആളും, സാധാരണക്കാരായ ആൾ മുതൽ എൻ്റെ ഭാരവാഹികളുടെ ഒരാളും, ഇവിടുത്തെ ഒരു മുൻ MLA എന്ന നിലയിലും ഇവിടുത്തെ ജനപ്രതി ആയിരുന്ന ആളെന്ന നിലയിലും സ്ഥാനാർത്ഥി എന്ന നിലയിലും എൻ്റെ ഈ പൂരവുമായി ബന്ധപ്പെട്ട കമ്മിറ്റ്മെന്റിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പ്രചരണത്തിന് വലിയ ക്ലച്ച് പിടിക്കാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി നടക്കുന്ന ഒരു വ്യാജമായ പ്രചരണം എന്തായിരുന്നു? UDF തന്നെ നേതാക്കന്മാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണ്? ആദ്യം UDF മുൻ സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ് BJPയും കോൺഗ്രസും അല്ല, പിന്നെ LDFും അല്ല UDF തമ്മിലാണ് മത്സരം എന്നുള്ള പ്രചരണം നടത്തി. അതിനുശേഷം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു അത് ശരിയല്ല, UDF LDF തമ്മിലാണ് പ്രചരണം എന്ന്, അല്ല മത്സരം എന്നുള്ള പ്രചരണം പിന്നെ നടത്തി.
ഇപ്പൊ അദ്ദേഹം വീണ്ടും പഴയ സ്ഥാനാർത്ഥിയുടെ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് കാലിന്റെ അടിയിലെ മണ്ണ് അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി കൊണ്ടാണ് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. അക്കൂട്ടത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM, ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. CPM BJPയുമായി ധാരണ ഉണ്ടാക്കി ചില വിഭാഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ പരിണതപ്രജ്ഞരായിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയത്തെ പറ്റി നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിക്കുന്നത്, CPMനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം BJPയുമായി ധാരണയുണ്ടാക്കി ഇവിടെ ഇലക്ഷനിൽ BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കണമെന്ന് പറയണമെങ്കിൽ കുറച്ച് സാധാരണ നിലയിലുള്ള തൊലിക്കെട്ടുണ്ടായാൽ മാത്രം പോരാ. കാരണം CPMന്റെ ആണെങ്കിൽ CPIയുടെ ആണെങ്കിലും അതിൻ്റെ അണികൾ അവരുടെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടോ അതിനേക്കാൾ രാഷ്ട്രീയം അല്ലെങ്കിൽ അതുപോലെ തന്നെ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ CPIയും CPMും ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായ രാഷ്ട്രീയം മുഖ്യമായ അവരുടെ രാഷ്ട്രീയമായി കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ അണികളെ കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു തമാശ നമ്മുടെ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടോ? ഒരു പൊളിറ്റിക്കലി ലോജിക്കായിട്ടുള്ള ആശയങ്ങളെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ പറയണ്ടേ? അതൊന്നും പറയാതെ അല്ലെങ്കിൽ അതിനൊന്നും മുതിരാതെ മറ്റെന്തൊക്കെയോ താല്പര്യം വെച്ചു അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിച്ചുകൊള്ളും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അത്തരം പ്രചരണങ്ങൾ പോലും വളരെ വ്യാപകമായി ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ചില മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന പ്രവണത കാണുമ്പോഴാണ് അതിൽ നമുക്ക് വിഷമം തോന്നുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും BJPയും തമ്മിൽ ധാരണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരും. സാധാരണ കാക്ക മലർന്ന് പറന്ന പോരാ, വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരും. ഈ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റിയെ പറ്റി ഇനി UDF എന്ത് പ്രചരണം നടത്തിയാലും, ഇടതുപക്ഷത്തെ പറ്റി എന്തൊക്കെ വിമർശനം ആർക്കൊക്കെ ഉണ്ടായാലും, ഇടതുപക്ഷ ഗവൺമെന്റിനെ പറ്റി ചിലപ്പോൾ ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടായാലും വിമർശനം ഉണ്ടായാലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടിൽ അതിന്റെ ഇന്റഗ്രിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുക. അല്ലാതെ സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ ഇത്രയും വലിയ നേതാക്കന്മാർ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ അവർ മറുപടി പറയേണ്ടത്? കോൺഗ്രസ് മറുപടി പറയേണ്ട ചില കാര്യങ്ങളിൽ മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ റാലി മാറ്റിവെച്ചു. ഇപ്പൊ BJP കോൺഗ്രസ് അവകാശപ്പെടുന്ന UDF അവകാശപ്പെടുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത്, BJPക്ക് എതിരായിട്ടുള്ള ഇത്രയും വലിയ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ എത്ര ദേശീയ നേതാക്കന്മാർ ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് UDFന്റെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെ ചാവക്കാട്ടെ പൊതുയോഗം മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന് അസുഖം ബാധിച്ചുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാരിവിടെ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണം രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗത്തോടു കൂടി ഇല്ലാതാകുമെന്ന ഭയമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. എന്താണ് ഭയം? ഒന്ന്, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് എടുത്തിരിക്കുന്ന BJPയുടെയും RSSന്റെയും നയത്തോട് സ്വീകരിച്ചിരിക്കുന്ന മൃദു സമീപനം, അതിന്റെ ഭാഗമായി അവരിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഏറ്റവും ആശങ്കയോടുകൂടി കാണുന്ന പൗരത്വ നിയമം ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ പിൻവലിക്കുമെന്ന് ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാർ ആരും തന്നെ പൗരത്വ നിയമ ഭേദഗതി അനാവശ്യമാണെന്നും അത് പിൻവലിക്കപ്പെടേണ്ടതാണെന്നും എന്തുകൊണ്ട് പറയുന്നില്ല? 2021 വരെ ഉണ്ടായിരുന്ന ഞാൻ മന്ത്രിയായിരുന്ന മന്ത്രിസഭയാണ് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ വീണ്ടും അതിന്റെ റൂള് വന്നപ്പോൾ ഈ ഗവൺമെന്റ് വീണ്ടും പ്രഖ്യാപിച്ചു, ഞങ്ങൾ ആ നിയമം പാസ്സാക്കിയാലും ഇവിടെ കേന്ദ്രം പാസ്സാക്കിയാലും
ആ നിയമം നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു? എങ്ങനെയാണ് കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് പമ്പര വിഡിത്തമാണെന്ന് പറയുന്ന ഒരു സമീപനം എന്തുകൊണ്ടാണ്, എത്ര വാശിയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് എടുത്തത്? അതിന്റെ അർത്ഥം പൗരത്വ നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ മതേതര വിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്കിടയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന് പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ്. അതിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ അഭിപ്രായം പൗരത്വ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇന്ത്യയിൽ നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് പിൻവലിക്കപ്പെടണം എന്നുള്ളതാണ്. അത് RSS ഉദ്ദേശിക്കുന്ന മതരാഷ്ട്ര സ്ഥാപനത്തിന്റെ മുന്നോടിയായിട്ടുള്ള അവരുടെ നിയമപരമായ ആദ്യത്തെ ചുവടുവയ്പായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം അതിൽ കാണുന്നത്. പ്രധാനമന്ത്രി 2 ദിവസം മുമ്പ് നടത്തിയിട്ടുള്ള വംശീയ വിദ്വേഷം വളർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നുഴഞ്ഞുകയറ്റക്കാരെ പറ്റിയാണ്. ഇത് ജർമ്മനിയിൽ ഹിറ്റ്ലർ പറഞ്ഞ ജൂതന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസംഗം പോലെ തന്നെ ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള പ്രസംഗം ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന അയഞ്ഞ സമീപനം അല്ലെങ്കിൽ വഞ്ചനാപരമായ സമീപനം അതിന്റെ സത്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ചാവക്കാട്ടെ പ്രസംഗം അദ്ദേഹം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ആ പുതിയ ഉപേക്ഷിക്കാൻ കാരണം അതാണ്. അതിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം അവർ പറഞ്ഞു അദ്ദേഹത്തിന് ഭക്ഷ്യവിഷബാധ ബാധിച്ചുകൊണ്ടാണെന്ന് അത് പറഞ്ഞു. ഞാൻ ഇതുവരെ ദേശീയ പത്രത്തിലൊന്നും അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദം അങ്ങനെ അസുഖം ബാധിച്ചതായിട്ട് അങ്ങനെ വരണ്ടേ. കാരണം ഒരു ദേശീയ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ആശുപത്രിയിൽ കിടന്നാൽ നമുക്ക് പത്രത്തിൽ കാണാം. പക്ഷെ കേരളത്തിൽ മാത്രമാണ് നമ്മൾ കേട്ടതിന് ഭക്ഷ്യവിഷബാധ ബാധിച്ചുകൊണ്ട് അദ്ദേഹം വന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണ് രാഹുൽ ഗാന്ധിയോട് പ്രസംഗിക്കാൻ വരാതിരിക്കാൻ കാരണം എന്താ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതിന് പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല. വയനാട്ടിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ കൊടി ഉപേക്ഷിച്ചു. കൂട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ കൊടി ഉപേക്ഷിച്ചു. ആരെ പേടിച്ചാണ് ഉപേക്ഷിച്ചത് വ്യക്തമാക്കണ്ടേ? അപ്പോ എം എ ഹസൻ പറഞ്ഞത് എനിക്ക് സൗകര്യമില്ല പറയാന്ന് പറഞ്ഞത് ഞങ്ങളുടെ തീരുമാനമാണെന്നാണ്. അങ്ങനെ സൗകര്യാധിഷ്ഠിതമായിട്ടാണോ നമ്മൾ ഈ കൊടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത്? അങ്ങനെ മുസ്ലിം ലീഗിന്റെ കൊടിയോട് ഉപയോഗിക്കേണ്ട തീരുമാനിക്കുന്നതിന് പിന്നെ 2019 മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചപ്പോ വടക്കേ ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന RSS മൃദു ഹിന്ദു സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെതിരായി അവര് ആ ചിത്രങ്ങൾ പ്രയോജനപ്പെടുത്തിയത് കോൺഗ്രസ് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്കുള്ളത് കൊണ്ടാണ് 2024 ഇലക്ഷൻ വന്നപ്പോൾ തുടക്കം മുതൽ തന്നെ ലീഗിന്റെ കൂടി ഉപേക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആത്മാഭിമാന ബോധമുള്ള മുസ്ലിം ലീഗുകാരെല്ലാം ഇത് നോക്കിക്കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചാവക്കാട്ടെ ഈ പൊതുയോഗം വേണ്ട എന്ന് വെക്കുന്നതിന് പിന്നിൽ ചാവക്കാട്ട് വന്ന് പ്രസംഗിക്കുമ്പോൾ ചാവക്കാട്ടുള്ള മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്ന് വെച്ച് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രസംഗിക്കേണ്ടി വന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഇല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, അവിടെ UDFന് വലിയ ശൈഥില്യം സംഭവിക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് എന്നാ പിന്നെ ദേശീയ നേതാവിന്റെ പ്രസംഗവും വേണ്ട, അദ്ദേഹത്തിന്റെ പരിപാടിയും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാ അദ്ദേഹത്തിന്റെ ദേശീയ നേതാവ് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് വരാൻ പറ്റില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്നില്ലേ? എത്ര ദേശീയ നേതാക്കന്മാരുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ പൊതുയോഗം മാറ്റിവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ആ പരിപാടി തന്നെ ദേശീയ നേതാക്കന്മാർ ആരും പങ്കെടുക്കാതിരുന്നതിന് കാരണം ഞാൻ വ്യക്തമായി പറയുന്നു. ഇതൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് മതേതര വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ വോട്ടർമാർക്കിടയിൽ കോൺഗ്രസിനോട് ഉണ്ടായിരിക്കുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ കഥ കോൺഗ്രസ്സുകാര് മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകള് ഞാൻ 2016 മത്സരിച്ചപ്പോൾ എനിക്കെതിരെ മത്സരിച്ച പൽപ്പജ വേണുഗോപാൽ കോൺഗ്രസ് നേതാവായിരുന്നില്ലേ? 2021 പരാജയപ്പെടുത്തിയ പൽപ്പജ വേണുഗോപാൽ തന്നെയില്ല, അവർ കോൺഗ്രസ് ആയില്ലേ? അത് BJP ആയില്ലേ? AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോയില്ലേ? അപ്പൊ കോൺഗ്രസിന്റെ ഏത് നേതാവും എപ്പോ വേണമെങ്കിലും BJPയിലേക്ക് പോകാം എന്നുള്ളൊരു ചർച്ച മതേതര വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവുകയും
കോൺഗ്രസിനോട് 2019 ഉണ്ടായിരുന്ന ഒരു സമീപനം എന്തായിരുന്നു? കോൺഗ്രസ് ഒറ്റകക്ഷിയായിട്ട് മാറും. ഒറ്റകക്ഷിയായി മാറുന്ന കോൺഗ്രസിന് മാക്സിമം സീറ്റ് കൊടുത്താലേ BJP ആണോ കോൺഗ്രസ് ആണോ ഒറ്റകക്ഷിയായി മാറുക എന്നൊരു ആശങ്ക അന്ന് ഇവിടുത്തെ മതേതര വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെ കോൺഗ്രസ് ഒറ്റകക്ഷിയായിട്ട് മാറാൻ പോകുന്നില്ലല്ലോ. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഒറ്റക്കക്ഷിയാകുന്ന കാര്യത്തിൽ ഒരു മത്സരം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നത്തെ കാര്യം എന്താണ്? BJPയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന നേതാക്കന്മാരെ കൊണ്ട് സമൃദ്ധമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ഒരു വിശ്വാസമില്ലായ്മ ഇവിടുത്തെ മതേതര വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ ശക്തമായ ചർച്ച വളർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഇപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണ UDFനാണെന്ന് പറഞ്ഞ ഒരു വ്യാജ വാർത്ത ഈ 24 മണിക്കൂറിൽ ചില മീഡിയകൾ പ്രസിദ്ധീകരിച്ചു. ഇപ്പൊ അത് പിൻവലിച്ചല്ലോ. ഇപ്പൊ അവരുടെ ക്ലാരിഫിക്കേഷൻ വ്യക്തത വരുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു കണ്ടില്ലേ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്താണ്? അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു വ്യഗ്രതയിലാണ് ഇത്തരം കഥകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇന്ന് രാത്രി BJP വൻതോതിൽ പണമിറക്കി തെരഞ്ഞെടുപ്പില് അവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവര് ജനങ്ങളുടെ പിന്തുണയല്ല, കോർപ്പറേറ്റുകളുടെയും പണത്തിന്റെയും പിന്തുണ കൊണ്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടുത്തെ BJP. ജനപിന്തുണ എന്ന് പറയുന്നത് ഇവിടെ പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയിട്ടുള്ള ജനപിന്തുണയാണ്. ആ ജനപിന്തുണ എന്താണെന്നുള്ളത് നാലാം തീയതി നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടുത്തെ 7 അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച ഒരു മണ്ഡലമാണ്. 98% ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2022 വിജയിച്ച മണ്ഡലമാണ് ഈ മണ്ഡലം. ബ്ലോക്ക് പഞ്ചായത്തുകൾ മിക്കവാറും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഞങ്ങളുടെ കയ്യിലാണ്, ഇടതുപക്ഷം ജയിച്ച സീറ്റുകളാണ്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഒഴികെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പാലിറ്റികളാണ്. കോർപ്പറേഷൻ വേണമെങ്കിൽ പറയാം ഈക്വലായി നിൽക്കുന്നു എന്ന് വേണം പറയാം. പക്ഷെ സാങ്കേതികമായിട്ട് ചിലപ്പോൾ ഇടതുപക്ഷത്ത് പറഞ്ഞാലും ഞാനത് അവകാശപ്പെടാനെങ്കിൽ അങ്ങനെ പറയുന്നില്ല. പക്ഷേ സിംഹഭാഗം കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തദ്ദേശ സ്ഥാപനങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലിരിക്കുന്നു. 2019 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വ്യക്തമായിട്ടുള്ള മുൻകൈ ഞങ്ങൾ കൂടെ കിട്ടിയിരിക്കുന്നു. മറ്റെല്ലാ തരത്തിലും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഇല്ല എന്ന് മാത്രമല്ല, തൃശ്ശൂർ മണ്ഡലത്തിൽ വാസ്തവത്തിൽ താഴെത്തട്ടിലേക്ക് നിങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും എനിക്കറിയില്ല. താഴെത്തട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് നല്ല ഒരു മാർജിനോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ അവസാന നിമിഷത്തിൽ ഇത്രയും കാര്യം പറയാൻ വേണ്ടി ഞാൻ പത്രസമ്മേളനം അത് നിങ്ങൾ പത്രക്കാരെ വിളിച്ചു. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കാം? അല്ല, ഇത് ഇവിടെ BJP കുറെ കാലങ്ങളായിട്ട് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളെയും അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ കമ്പനികളെയും വാടകയ്ക്കെടുത്ത് അതുപോലെ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും തയ്യാറാക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളെപ്പോഴും ഒരു പൊളിറ്റിക്സിൽ ഉണ്ടാവേണ്ട, രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ അവിടെ കാണിക്കേണ്ടതായിട്ടുള്ള മര്യാദകളുണ്ട്. അതൊന്നും ഇവിടെ കാണിക്കാൻ BJP തയ്യാറായിട്ടില്ല, സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ പൂങ്കുന്നത്തെ 83 നമ്പർ ബൂത്തിൽ 268 അന്യ സംസ്ഥാന തൊഴിലാളികളെ അവിടുത്തെ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകളിൽ നമ്പറും ഒക്കെ എടുത്ത് അവിടെ ഒരു ബൂത്തിൽ മാത്രം ചേർത്തിരിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരെ പരാതി കൊടുക്കുകയും അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പൊ അത് ഞങ്ങൾ ചലഞ്ച് ചെയ്യാൻ പോവാണ്. അത് ഞങ്ങളിപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അന്തരം കയറി ഇറങ്ങി വോട്ടർമാർക്ക് പണം കൊടുക്കുന്ന ഒരു പ്രവണത അത്യപൂർവമായിട്ട് പോലും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പുറത്തു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കാശ് വാങ്ങി വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ കാര്യമായി കണക്കാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം, പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടുള്ള പ്രതിഷേധം കൂടി ഞാനിവിടെ അറിയിക്കുക. ശരിയായിട്ടുള്ള കാര്യമല്ല, അത് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അതെ, ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ള 52 വോട്ടുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ കൃത്യമായി എനിക്ക് അതിനെ പറ്റിയുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ രേഖ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ രേഖ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറയാം. ഞാൻ അങ്ങനെ ഞങ്ങൾ 3 സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾ പരസ്പരം പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്നത് എന്റെ ഒരു രാഷ്ട്രീയ അനുസരിച്ച് പറയുന്നത് ശരിയല്ല. ഞാൻ അതിനെപ്പറ്റി അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഞാൻ പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയും സ്വന്തമായ നിലയിലല്ലല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അത് ഞാൻ പറയുന്നത് ശരിയല്ല. എൽ ഡി എഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് വോട്ടുകളുടെ ശ്രദ്ധ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിന്റെ ഭാഗമായി ഞങ്ങൾ വ്യക്തമായ രീതിയിലുള്ള പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വ്യാജമായ വോട്ടുകളെല്ലാം തന്നെ ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാര് അവിടെ കൃത്യമായി നിയമപ്രകാരം തന്നെ ചലഞ്ച് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, ചലഞ്ച് വോട്ടുകളായിട്ട് മാറും. അല്ല, അടിസ്ഥാനം എന്ന് പറഞ്ഞ വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ ചേർക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. എല്ലാം നടത്തുന്നത് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ വഴിയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ആര് വിചാരിച്ചാലും മാനിപ്പുലേറ്റ് തീരുമാനിച്ച ഏത് സിസ്റ്റത്തിലാണ് നടക്കാത്തത്? അവിടെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഓൺലൈൻ വഴി അവരുടെ ID കാർഡും അവിടെ താമസിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കൗൺസിൽ വെച്ച് കിട്ടുന്ന കാര്യങ്ങളല്ലേ. അത് വെച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആരെ വേണം ചേർത്താൻ കഴിയുള്ളൂ അവിടെ. ആ ആ അതെ, അത് ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഞങ്ങൾ കൃത്യമായി പരാതി കൊടുത്തിരിക്കുന്നത്. ആ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട അന്ന് മുതൽ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഓരോ വോട്ടർ ലിസ്റ്റ് പട്ടികകളും ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഫൈനൽ വോട്ടർ ലിസ്റ്റ് പട്ടിക പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഓരോന്ന് കൃത്യമായി ഞങ്ങളുടെ സ്ക്വാഡുകൾ ഏതൊക്കെ വോട്ടുകളാണ് ആ രൂപത്തിൽ വ്യാജമായ വോട്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംശയം തോന്നിയ വോട്ടുകളെല്ലാം ഞങ്ങൾ അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ അതിന്റെ വോട്ടെടുക്കാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ആര് വന്നാലും അത് ഞങ്ങൾ ചലഞ്ച് ചെയ്യും. അതാണല്ലോ അതിന്റെ മാർഗം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ നിയമപരമായ മാർഗത്തിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ നിയമപരമായ മാർഗത്തിൽ കൂടെ തന്നെ അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. അത് പ്രകാരം ഞങ്ങൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം ചലഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, പല BLO മാരെന്ന് പറയുന്നത് BLA മാരെന്ന് പറയുന്നത് രണ്ടാണ്. BLO എന്ന് പറയുന്ന അവരാണല്ലോ വോട്ട് ചേർക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ. അവരുടെ മുമ്പിൽ വരുന്ന രേഖകളാണ് അവർക്ക് പരിശോധിക്കാൻ കഴിയുക. അല്ല, അവരുടെ രേഖയാണ് അവർ നോക്കുക. അവരുടെ കയ്യിലിരിക്കുന്ന വന്നിരിക്കുന്ന രേഖ പരിശോധിച്ചുകൊണ്ടാണ് അവർ വോട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അവർക്കെതിരെ പരാതി കൊടുക്കണം. പരാതി കൊടുക്കാൻ നമുക്ക് അവസരം ഉണ്ടാകുമ്പോൾ നമ്മൾ പരാതി കൊടുക്കുന്നത്. പക്ഷെ പലതും പരാതി കൊടുക്കാൻ എല്ലാ സ്ഥലത്തും നമ്മൾ ചിലപ്പോൾ എല്ലാ വോട്ടർമാരെ പറ്റിയിട്ട് പരാതികൾ നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച് മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് BJPക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ, വാർഡ് മെമ്പർമാരുടെ സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ പിന്നെ നിയമപരമായി തന്നെ ചലഞ്ച് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലല്ല, നമുക്ക് ആളെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് നമുക്ക് പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചലഞ്ച് ചെയ്യാം. ആളുടെ താമസക്കാരനല്ലെന്നോ അയാളെ പറ്റി സംശയം ഉണ്ടെന്ന് അവിടുത്തെ ബൂത്ത് ഏജന്റ് പറയാം, ചലഞ്ച് ചെയ്യാം. തീരുമാനിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഇരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് അതിനുള്ള അധികാരമുണ്ട്. നിയമപ്രകാരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവർ വോട്ട് നമ്മൾ ചെയ്യുന്ന അത് കാസ്റ്റിംഗ് വോട്ടല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ചലഞ്ച് വോട്ട് എന്ന് പറയുന്നത്. ചലഞ്ച് വോട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് നമുക്ക് നിയമപരമായ മാർഗത്തിൽ കൂടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ തർക്കങ്ങൾ പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ അത് നിയമപ്രകാരമായ മാർഗത്തിലൂടെ അതിനെ ചലഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇടതുപക്ഷ രാജ്യത്തിനോട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സാധാരണ തൃശ്ശൂരിലെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഇതിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായ ധാർമ്മികതയോ അല്ലെങ്കിലൊക്കെ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ സന്ദർഭങ്ങളിൽ നമ്മൾ നടത്തുന്ന പരസ്പരമായിട്ടുള്ള ഒരു അംഗീകരിച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പലപ്പോഴും ഇല്ലാതെ പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുക എന്ന് പറയുന്നത്
അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ അടിസ്ഥാനമില്ലാത്ത പ്രചരണം നടത്തുക എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നൊരു സത്യമാണ്. അസാധാരണ സാഹചര്യം എന്നൊന്നും ഞാനിതിനെ പറയുന്നില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. ഞങ്ങളുടെ വിജയത്തെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിട്ട് പറയുന്നതൊന്നുമല്ല അത്. ഞങ്ങളുടെ വിജയത്തെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷയും ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ചെയ്താലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം നേടുമെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്താലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നല്ല വിജയം നേടുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്താ ചോദിക്കണ്ട? നല്ല മാർജിൻ ഉണ്ടാവും, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. 7 മണ്ഡലത്തിൽ ലീഡ് ചെയ്യും, 7 അസംബ്ലി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്ക് യു.